അദ്ദേഹം രൂപം കൊടുത്ത ഈ പാർട്ടി ഡൽഹിയിൽ 2 പ്രാവശ്യം ഭരണത്തിലേറുകയും പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും തെളിയിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ജീവിതത്തിലൂടെ തെളിയിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാം, ഇന്നലെ ഡൽഹി ഹൈക്കോടതി ഒരു സുപ്രധാനമായ വിധിയിലൂടെ അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തോടൊപ്പം 23 അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അംഗങ്ങളെയും യാതൊരുവിധ വിചാരണ പോലും കൂടാതെ വെറുതെ വിട്ടു. നമ്മൾ മനസ്സിലാക്കണം, BJP കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശത്തിനനുസരിച്ച് CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് നമ്മൾ പറയുന്ന നമുക്ക് വിശ്വാസമുള്ള CBI തന്നെ കള്ളക്കളി കളിച്ചുകൊണ്ട് കെജ്രിവാളിനെയും മനീഷ് സിസോദിയയെയും അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒത്തിരിയേറെ നേതാക്കളെ ജയിലിലടച്ച് യാതൊരുവിധ നീതിയും നടപ്പിലാക്കാതെ 2 വർഷക്കാലത്തോളം ഇവരൊക്കെ ജയിലില് അവരുടെ സമയവും വിലപ്പെട്ട അവരുടെ ആയുസ്സും പാഴാക്കിക്കൊണ്ട് ജയിലിലടക്കപ്പെട്ടു. എന്നാൽ ഈ സാഹചര്യത്തില് ഡൽഹി ഹൈക്കോടതി ഇത് മനസ്സിലാക്കുകയും അവർ കൃത്യമായിട്ട് അവരതിന് ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്തി ആ കോടതി വിധിയിലൂടെ അവർ നിരുപാധികം അവര് കുറ്റവിമുക്തരായി നില പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണെന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഭരണം കയ്യിലുണ്ടെങ്കിൽ ഏത് അക്രമവും ആകാമെന്നുള്ള ധാർഷ്ട്യത്തിനെതിരെ നമ്മൾ സംഘടിക്കേണ്ടതുണ്ട്. നമ്മുടെ അവകാശങ്ങൾക്കായി നമ്മൾ പോരാടേണ്ടതുണ്ട്. 2012 പാർട്ടി രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായി ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി എല്ലാ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥികളെ ചൂലടയാളത്തില് നിർത്തുകയാണ്. നമുക്കറിയാം, അഴിമതി തുടയ്ക്കാൻ